തെസ്സലോനിക്ക പട്ടണത്തെക്കുറിച്ചൊരു കാര്യം ഞാൻ പറയാം. ഈ സഭ എങ്ങനെ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ഗ്രീക്ക് സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ടറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഗ്രീക്ക് സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ടറിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേര് തെസ്സലോനിക്ക എന്നാണ്. ആമേൻ. തെസ്സലോനിക്കയെ വിവാഹം കഴിച്ചത്, ഈ സഹോദരിയെ വിവാഹം കഴിച്ചത് മാസഡോണിയയിലെ രാജാവായ കെസാണ്ടർ എന്ന് പറയുന്ന രാജാവാണ്. ഈ ഗ്രീക്ക് സാമ്രാജ്യം ഭരിച്ചിരുന്ന അലക്സാണ്ടറിന്റെ സഹോദരി. അപ്പൊ ഇവരുടെ പിതാവ് എന്ന് പറയുന്നത് ഫിലിപ്പാണ്. മനസ്സിലാകുന്നുണ്ട്? ഫിലിപ്പിന്റെ 2 മക്കളാണ് അലക്സാണ്ടറും ഈ തെസ്സലോനിക്കയും. അപ്പോൾ ഈ കെസാണ്ടർ എന്ന് പറഞ്ഞാൽ മാസഡോണിയയിലെ കെസാണ്ടർ എന്ന് പറയുന്ന രാജാവ് ഈ സഹോദരി അഥവാ അലക്സാണ്ടറിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചതിന് ശേഷം ആ മാസഡോണിയയിലെ പട്ടണത്തിന്റെ പേര് മാറ്റി തൻ്റെ ഭാര്യയുടെ പേരാക്കി. എന്താ പേര്? തെസ്സലോനിക്ക. അങ്ങനെയാണ് ആ പട്ടണത്തിന്റെ പേര് മാറി തെസ്സലോനിക്ക പട്ടണമായി മാറിയത്. കേൾക്കുന്നുണ്ടോ? ഇനി ആ പട്ടണത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം. ആ പട്ടണത്തിന്റെ പ്രത്യേകത ജനമെല്ലാം, അവിടുത്തെ ജനത്തിന്റെ എണ്ണത്തെക്കാളും കൂടുതൽ അവിടെയുള്ള ദൈവങ്ങളുടെ എണ്ണമാണ് കൂടുതൽ. കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം. അവിടെ ഉള്ള ജനത്തിന്റെ എണ്ണത്തെക്കാളും ദൈവങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ 2-3 ദൈവങ്ങളുണ്ട്. കേൾക്കുന്നുണ്ടോ? 2-3. അപ്പൊ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 10-15 ദൈവങ്ങളുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം എവിടെ പ്രതിഷ്ഠിക്കുകയാണ്? അതാത് സ്ഥലത്തുകൊണ്ട് പ്രതിഷ്ഠിച്ചു വെക്കുകയാണ്. ആമേൻ. ജനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിയാതെ വണ്ണം ദൈവങ്ങളുടെ എണ്ണത്തിന്റെ കൂമ്പാരമാ കൂടിയിരിക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട്? അതുകൊണ്ട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളും എന്ന് വേണ്ട. ഇവിടെ അപ്പുറത്ത് പൂജ നടക്കുമ്പോൾ മറുവശത്ത് അടുത്ത പൂജ നടക്കുകയാണ്. അങ്ങനെ മാറി 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 ഒരുപാടിടത്ത് ഇങ്ങനെ പൂജകളും കർമ്മങ്ങളും നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പൗലോസ് ആ പട്ടണത്തിൽ വന്ന് കാല് ചവിട്ടുന്നത്. കേൾക്കുന്നുണ്ടോ? വെറും 3 ആഴ്ചയെ അവിടെ ശുശ്രൂഷിച്ചുള്ളൂ. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി. യേശു കർത്താവെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന 1, 2, 3 ദൈവങ്ങളെ ആരാധിച്ചിരുന്ന വ്യക്തികൾ ഏക ദൈവം, ഏക വ്യക്തി യേശു കർത്താവെന്ന് ഹല്ലേലൂയ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തു? വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെയായപ്പോൾ ഇതിന് വേണ്ടതായ ചില വ്യക്തികൾ, മത നേതാക്കന്മാർ പൗലോസിനെ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. തെസ്സലോനിക്ക പട്ടണത്തിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഓടിച്ചു കളഞ്ഞപ്പോൾ സ്തോത്രം 3 ആഴ്ച അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3 ആഴ്ച കൊണ്ട്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, ഹല്ലേലൂയ, 3 ആഴ്ച കിട്ടിയുള്ളെങ്കിലും 3 ആഴ്ച കൊണ്ട് സഭ സ്ഥാപിച്ചു. ഓ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയും. എത്ര പാരമ്പര്യ ശക്തികൾ ദേശത്ത് കുടികുത്തി വാണാലും യേശുവിന്റെ നാമത്തെ ഞാൻ വിളിച്ചു പറയാം, നീ യേശുവിനെ ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പൂജകളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏതൊക്കെ ശക്തികൾ അവിടെ വ്യാപരിച്ചാലും നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയാൽ ചിലതിനെ അഴിക്കാൻ കഴിയും, ചിലതിനെ മാറ്റാൻ കഴിയും. അവരോട് കൂടെ ഉള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ള ദൈവം വലിയ ദൈവമെന്ന് ഉറപ്പുള്ള ദൈവജനം, വിശ്വസിക്കുന്ന ദൈവജനം, ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ. ഇനി ശ്രദ്ധിക്കുക. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് ഒരുപാട് നാളൊന്നും വേണ്ട കേട്ടോ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട, ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ട, ഒരുപാട് സമയമൊന്നും വേണ്ട. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ പൈശാചിക മണ്ഡലങ്ങൾ കുടികുത്തി വാണാലും അതിന്റെ നടുവിൽ ഒരു ദൈവശക്തി നിന്നിൽ നിന്ന് ഉത്ഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദൈവ വിടുതൽ ഉറപ്പാണ്. ഞാൻ സരസ്വതി ആന്റിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ സ്തോത്രം, അവരുടെ വീട്ടിന്റെ ആ റോഡ് സൈഡ് തന്നെ വലിയൊരു ക്ഷേത്രമുണ്ട്. ആ മേഖലകളൊക്കെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. പക്ഷേ അവരുടെ നടുവിൽ പ്രിയ ആ കർത്താവിന്റെ ദാസിയും കുടുംബമൊക്കെ യേശുവിനെ ആരാധിക്കുന്നു പറഞ്ഞാൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അതെല്ലാം എത്ര
എത്ര പ്രാവശ്യം എതിരായി വന്നു കാണും, വെല്ലുവിളികൾ എത്ര വന്നു കാണും. പക്ഷേ യേശു അവിടെ കൂടെ ആ വീട്ടിലുള്ളത് കൊണ്ട് അവർക്ക് ആർക്കും ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ തലമുറകളെ ദൈവം വഴി തുറന്നു. അവർ കാനഡയ്ക്ക് കടന്നുപോയി. ദൈവം ചില മുഖാന്തരങ്ങൾ ഒരുക്കി. ഇന്ന് പകൽ അതേ അനുഭവങ്ങളുള്ള പലരും ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ പൈതലെ, ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല കേട്ടോ. ഒരു വെല്ലുവിളിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. നീ നിൽക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാല, യേശുവിന്റെ മഹത്വത്താല. വിശ്വസിക്കുന്ന ദൈവജനം, കഴിഞ്ഞ കാലഘട്ടങ്ങൾ നീ സേവിച്ച ആ ദൈവത്തിന്റെ ശക്തി വലുതായിരുന്നെങ്കിൽ നിന്നെ എപ്പോഴേ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അതിനേക്കാളും അതിനെ താഴ്ത്തുന്ന, അതിനെ തളർത്തുന്ന, അതിനെ കാലിന്റെ കീഴിലാക്കുന്ന ഒരു ദൈവശക്തി, യേശുവിന്റെ ശക്തി നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്നെ തകർക്കാൻ കഴിയത്തില്ല, നിന്നെ ഉടയ്ക്കാൻ കഴിയത്തില്ല, നിന്നെ മാറ്റിമറിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവജനം, എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതിനാണ് ഏറ്റവും വലിയ പവറാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടുന്ന് കൊണ്ടുപോയനെ, എപ്പോഴേ പഴയതിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയനെ. പക്ഷെ അതിനേക്കാളും വലുതാ ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ഇല്ലേ സതീഷ് ബ്രദറെ? എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാ യേശുവിൻ്റെ നാമത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച സതീഷ് ബ്രദർ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. തൻ്റെ ഭാര്യ വിശ്വാസത്തിലല്ല, തൻ്റെ മക്കൾ വിശ്വാസത്തിലല്ല. പക്ഷെ ഇന്നും നിലനിൽക്കുന്ന കാര്യം അറിയാമോ? യേശു കൂടെ ഉള്ളത് കൊണ്ടാ. അവരെല്ലാം ഒന്നിച്ച് നിന്നാലും, ഒന്നിച്ച് നിന്ന് പൂജകൾ കർമ്മങ്ങൾ നടത്തിയാലും, പഴയ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്താലും, എത്ര മന്ത്രവാദങ്ങൾ ചെയ്താലും, എത്ര നേർച്ചകൾ ചെയ്താലും, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പൈതലിനെ മാറ്റിമറിക്കാൻ കഴിയത്തില്ല. നീ അവരുടെ വശം ചേരത്തില്ല, അവർ നിന്റെ വശം ചേരും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാലങ്ങൾ കഴിഞ്ഞു. ഈ തെസ്സലോനിക്കയിൽ നിന്ന് 3 ആഴ്ച അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 3 ആഴ്ചയിൽ നിന്ന് അദ്ദേഹം ബെരോവയിലേക്ക് പോയി. ബെരോവയിലേക്കും വന്ന് അവർ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ തെസ്സലോനിക്കക്കാർ വന്ന് ബെരോവയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവിടെ നിന്ന് നേരെ അഥേനയിലേക്ക് പോയി. അഥേനയിൽ നിന്ന് നേരെ കൊരിന്തു പട്ടണത്തിലേക്ക് വന്നു. കൊരിന്തു പട്ടണത്തിലേക്ക് വന്നു. കൊരിന്തു പട്ടണവും വളരെ മ്ലേച്ഛത നിറഞ്ഞ പട്ടണമായിരുന്നു. 1.5 വർഷം എടുത്തു അവിടെ സഭ പണിയാൻ. 1.5 വർഷം. തെസ്സലോനിക്കയിൽ സഭ പണിയാൻ വേറെ 3 ആഴ്ചയെ എടുത്തുള്ളൂ. ചില വിഷയങ്ങളിൽ നേരത്തെ പെട്ടെന്ന് നടക്കും, ചില വിഷയങ്ങൾ അല്പം വൈകിയാലും നടക്കും. കരം കൊടുത്ത് പറഞ്ഞ വൈകിയാലും നടക്കും. ചില വിഷയങ്ങൾ വൈകിയാലും നടക്കും. നടക്കും മോനെ, നടക്കും. വൈകിയാലും നടക്കും. സ്തോത്രം. അതാണ് ഉറപ്പ്. സ്തോത്രം. വൈകിയാലും നടക്കും. ആമേൻ. ഏതായാലും കൊരിന്ത പട്ടണത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചില മൂപ്പന്മാർ എവിടെ ഈ തെസ്സലോനിക്ക സഭയിൽ പൗലോസ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ചില വ്യക്തി ജീവിതങ്ങൾ സ്തോത്രം മുഖേന ഒരുമിച്ച് ചേർന്ന് ഒരു കത്ത് പൗലോസിന് അയച്ചു. പൗലോസിന് കിട്ടി. ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പൗലോസ് ഭാഷ അറിയേണ്ടതിന് ഇന്ന ആൾക്കാരാണ് എഴുതുന്നത്. ഞങ്ങളിവിടെ വളരെ വേദനയിലാണ്, വളരെ ഭാരത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് അവർ എഴുതിയിരിക്കുന്നത്. 1, പാസ്റ്റർ പോൾ ഒത്തിരി അകാല മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. 2, ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നു. 3-ാമത്തെ വിഷയം, പുനരുത്ഥാനം ഇല്ല എന്നുള്ളത്, എന്ന് പറഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ളത് ദുരുപദേശക്കാർ നുഴഞ്ഞു കയറി ഞങ്ങളുടെ വിശ്വാസികളുടെ ഇടയിലേക്ക് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പാസ്റ്റർ പോൾ എത്രയും വേഗം ഞങ്ങളുടെ അടുക്കലേക്കൊന്ന് വരണം. ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. ഈ ദുരുപദേശത്തിനെതിരെ പീഡനം അനുഭവിക്കുന്ന വിശ്വാസികളെ ഒന്ന് ഉറപ്പിക്കാൻ, അകാല മരണം ഒന്ന് തടയാൻ നീ വന്നാൽ ഒരു വിടുതൽ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പൗലോസേ, നീ എന്ത് ചെയ്യണം? ഞങ്ങളുടെ അടുക്കലേക്ക് വരണം. ഈ കത്ത് കിട്ടിയതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്തു? പൗലോസ് പോകാനായിട്ട് തയ്യാറായി.
പോകാൻ തയ്യാറായപ്പോൾ ഉള്ള ആ വാക്യമാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചത്. പൗലോസ് ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസ് എന്ന ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു. എവിടെ പോകാൻ? നിങ്ങളുടെ അടുക്കൽ വരുവാൻ. നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ. എവിടെ വരാൻ? തെസ്സലോനിക്കയിലേക്ക്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാല് ചവിട്ടാൻ. സ്തോത്രം. സാത്താൻ അറിയാം ഇവൻ വീണ്ടും അവിടെ കാല് ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പറഞ്ഞേ. സ്തോത്രം. അകാല മരണം എന്ത് ചെയ്യും? മാറും. ഓ, യേശുവിന്റെ നാമത്തിൽ. അകാല മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മരണം, പ്രായമാകുന്നതിന് മുമ്പേ ഉണ്ടാകുന്ന മരണങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ആക്സിഡന്റ് സംഭവിക്കുക, ആക്സിഡന്റ് സംഭവിക്കുക, പെട്ടെന്നിരുന്നവർ മരിച്ചു പോവുക യേശുവിന്റെ നാമത്തിൽ. അകാല മരണം സംഭവിക്കുന്നു, അകാല മരണം സംഭവിക്കുന്നു. ആമേൻ. നമ്മുടെ സഭയ്ക്കകത്ത് ഒരു അകാല മരണങ്ങൾ സംഭവിക്കരുത്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ഞാൻ ഇന്ന് പകല് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരാശയമാണ് അകാല മരണങ്ങൾ നമ്മുടെ സഭയിലെ ഒരു കുടുംബത്തിൽ സംഭവിക്കരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, വാഹനം ഓടിക്കുന്നവരുണ്ട്, ആമേൻ ആമേൻ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, ഫ്ലൈറ്റിൽ കയറുന്നവരുണ്ട്, യാത്ര ചെയ്യുന്നവരുണ്ട്. കർത്താവേ, ആമേൻ ആമേൻ ആമേൻ, യേശുവിന്റെ നാമത്തിൽ എല്ലാ അകാല മരണങ്ങളും മാറിപ്പോകട്ടെ. ഞങ്ങളുടെ സഭയിൽ നിന്ന് മാറിപ്പോകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്താൽ ഹല്ലേലൂയ. അകാല മരണങ്ങൾ മാറിപ്പോകട്ടെ പിതാവേ. ഇനി കേൾക്കുക. സ്തോത്രം. ഇവിടെ തടസ്സമുണ്ടായി. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. സാത്താൻ എന്ത് ചെയ്തു? ആമേൻ. എന്നാൽ ഇന്ന് പകൽ നമ്മളെല്ലാവരും ചേർന്ന് ഇന്നത്തെ മെസ്സേജ്, തടസ്സങ്ങളെ മാറ്റുന്നൊരു ദൈവം. എല്ലാവരും പറഞ്ഞേ, തടസ്സങ്ങളെ മാറ്റുന്നൊരു ദൈവം, തടസ്സങ്ങളെ മാറ്റുന്നൊരു ദൈവം ഇന്ന് പകൽ ജീവിക്കുന്ന ദൈവമാണ്. എത്ര വലിയ തടസ്സമായാലും ചെറിയ തടസ്സമായാലും ആ തടസ്സത്തെ കർത്താവ് മാറ്റും, ആ തടസ്സത്തെ കർത്താവ് മാറ്റും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്. ഹൂഡാബാശന്തരാധനാധന. ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത് ആ തടസ്സങ്ങളെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. യേശു കർത്താവിനെ കുറിച്ച് തന്നെ ഒന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, സ്തോത്രം, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ വേളകളിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട രണ്ട് തടസ്സം ഞാൻ പറയാം. ഒന്നാമത്തെ തടസ്സം എന്ന് പറയുന്നത്, ആമേൻ, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് യേശു തന്നെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് എന്ത് ചെയ്തു? യാത്ര ചെയ്തു. യാത്ര ചെയ്യുന്ന വേളയിൽ എവിടെയാണ് പോകുന്നത്? ആമേൻ, ഗദരദേശത്തേക്ക്. ഗദരദേശത്തേക്ക്. സ്തോത്രം. ആ കടലിന്റെ മധ്യേ വെച്ച് എന്ത് ചെയ്തു? ചുഴലിക്കാറ്റാഞ്ഞടിച്ചു. തിരമാല പൊങ്ങി. ആ തിരമാല പടകിന്റെ അകത്ത് കയറി. പടക് മുങ്ങുമാറാകുന്ന സമയം. അപ്പൊ ശിഷ്യന്മാരെല്ലാം എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ? വിചാരമില്ലയോ? അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഈ കർത്താവ് എഴുന്നേറ്റു കേട്ടോ, കർത്താവ് എഴുന്നേറ്റു. അപ്പോൾ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. തിരകൾ എന്ത് ചെയ്തു? പൊങ്ങി. പടകിൻ്റെ അകത്ത് കയറി. പടക് മുങ്ങുമാറാകുന്ന സമയം വരെയും എൻ്റെ മക്കളെ, നിങ്ങൾ ഈ 12 പേരും ജീവനോടിരിക്കുന്ന ഞാൻ വിചാരിച്ചിട്ടാ. അല്ല, മനസ്സിലാകും? ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിട്ടും തിരമാല പൊങ്ങിയിട്ടും അത് പടകിൻ്റെ അകത്ത് കയറിയിട്ടും പടക് മുങ്ങുമാറാകാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. എന്നിട്ട് നീ ജീവനോടിരിക്കുന്നെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടെന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഉടാരാബാബ, എല്ലാം തകരട്ടെ, എല്ലാം തീരട്ടെ. പൗലോസ് കയറിയ കപ്പൽ പോലും തകർന്ന് തരിപ്പണമായിട്ടും 276 പേര്, യെസ് ഹല്ലേലൂയ,
രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ നിന്നെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവം വിചാരിച്ചത് കൊണ്ടാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം വളരെയാണ്. ആകാശത്ത് ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്ന അതുപോലെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം ഏറ്റവും വലുതാണ്. എന്ത് നഷ്ടങ്ങൾ വന്നിട്ടും, എന്ത് കഷ്ടങ്ങൾ വന്നിട്ടും, എന്ത് പ്രയാസങ്ങൾ വന്നിട്ടും, എന്ത് വേദനകൾ വന്നിട്ടും ദൈവം വിചാരിച്ചത് കൊണ്ട് നീ ഇന്നും ജീവനോടിരിക്കുന്നത്, നിന്റെ തലമുറ ജീവനോടിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വിചാരിച്ചത് കൊണ്ടാകട്ടോ. ഒന്ന് പറഞ്ഞ, കർത്താവ് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നു. കർത്താവ് വിചാരിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടിരിക്കുന്നു. ഇനി ആരടിച്ചെന്ന് നമുക്ക് നോക്കാം. ചുഴലിക്കാറ്റ്. അപ്പോ ചുഴലിക്കാറ്റ് വരും, കാറ്റുകൾ വരും. ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. പക്ഷെ അതിലൊരു സംശയമുണ്ട്. ഈ കാറ്റിലൂടെ ഏത് ശക്തിയായിരുന്നു വന്നതെന്നുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ യേശു എഴുന്നേറ്റിട്ട് പറഞ്ഞേ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, കാറ്റിനെ ശാസിച്ചു. അവിടെ ശാസിക്കാൻ വേണ്ടി സാത്താനെയല്ലേ ശാസിക്കണ്ടേ? സാത്താന്യ പോരുകളല്ലേ ശാസിക്കണ്ടേ? അപ്പൊ ഇവിടെ എന്താ ശാസിച്ചേ? പറഞ്ഞേ. ആ ചുഴലിക്കാറ്റിൽ ആരുണ്ടായിരുന്നു? സാത്താന്യ ശക്തി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏത് സാത്താന്യ ശക്തിയാ? ഗദരദേശത്ത് കിടന്ന യേശുവിന്റെ നാമത്തിൽ ഗദരദേശത്ത് കിടന്ന 6000 ഭൂതത്തിന്റെ ഒരു വ്യാപാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ മകനെ ഞങ്ങളെല്ലാരും കൂടെ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ മകനെ രക്ഷപ്പെടുത്താൻ ആര് വന്നാലും, അങ്ങനെ പലരും വന്നിട്ടുമുണ്ട്. അവരെല്ലാവരെയും ഞാൻ നടുക്കടലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുക്കിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ യേശുവിന്റെ നാമത്തിൽ നീ ചില ഉദ്ദേശത്തോടുകൂടെയാണ് യാത്ര ചെയ്യുന്നെങ്കിൽ, ചില ദൈവിക പദ്ധതിയോടുകൂടെയാണ്, ആ ലക്ഷ്യത്തോടുകൂടെയാണ് നീ ആ വഴിയിൽ മുൻപോട്ട് പോകുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ പ്രതികൂല എന്താ വരുന്നെന്ന് ചോദിച്ചാൽ അവിടെ ചെന്നാൽ ചില വിടുതലുകൾ നിന്നിലൂടെ ചെയ്തെടുക്കാറുണ്ടെന്ന് സാത്താന്യ ശക്തികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അതിനെ തടഞ്ഞുകൊണ്ട് നിന്റെ വഴിയാത്രയെ തടഞ്ഞ്, നിന്റെ പേപ്പർ വർക്കുകളെ തടസ്സപ്പെടുത്തി, നിന്റെ എക്സാമിനേഷനുകളിൽ പല പരാജയങ്ങൾ വരുത്തി, യേശുവിന്റെ നാമത്തിൽ ബ്രദറെ, നിന്റെ പടകിൽ യേശു ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? നിന്റെ വീട്ടിന്റെ അകത്ത് യേശു ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? സിസ്റ്ററെ, നിന്റെ കൂടെ യേശു ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? നീ ഭാരപ്പെടണ്ട. യേശു നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ പോകുകയാ. ചിലതിനെ അവൻ ശാസിക്കും. യേശു ചിലതിനെ ശാസിക്കും. യേശു ചിലതിനെ ശാസിക്കും. യേശു ഇന്ന് പകൽ ചിലതിനെ ശാസിക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് ആത്മാവിൽ സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ചില തടസ്സങ്ങളെ യേശു തന്നെ ശാസിക്കാൻ പോവാ. നിനക്ക് വേണ്ടി യേശു എഴുന്നേൽക്കും. ആമേൻ. ആമേൻ. ഇവിടെ യേശു കാൽവരി ക്രൂശിൽ മരിച്ചതിന് ശേഷം യേശുവിനെ എവിടെ അടക്കി? യോസഫിന്റെ കല്ലറയിൽ അടക്കി. എന്നിട്ട്
യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് റോമൻ ഗവൺമെന്റ് എന്നാ ചെയ്തു? ആമേൻ, കല്ലെന്ത് ചെയ്തു? വലിയ കല്ല എന്ത് ചെയ്തത്? ഉരുട്ടി വെച്ചത്. പിന്നെ റോമൻ ഗവൺമെന്റ് മുദ്ര വെച്ച ഒരെണ്ണത്തെയും ആർക്കും തൊടാൻ പറ്റത്തില്ല. അന്നത്തെ ഏറ്റവും പ്രബല സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ആമേൻ, മറ്റുള്ള ഏത് രാജ്യങ്ങളും കിടുകിട വിറയ്ക്കും റോമൻ സാമ്രാജ്യം എന്ന് കേട്ടാൽ തന്നെ. അതിന്റെ മുദ്ര വെച്ച ഒരെണ്ണത്തെ പോലും ആർക്കും തൊടാൻ പറ്റത്തില്ല. അത് ഒരു രാജ്യത്തിനും തൊടാൻ പറ്റത്തില്ല. ഇവിടെ യേശുവിന്റെ കല്ലറയുടെ ആ കല്ലിൽ റോമൻ ഗവൺമെന്റ് മുദ്ര പതിച്ചിട്ടുണ്ട്. പിന്നെ ഘോര വലിയ പടയാളികളെ, റോമൻ ധീര പടയാളികളെ എന്ത് ചെയ്തു? കാവലാക്കി നിർത്തി വെച്ചിരിക്കുക. ഒരിക്കലും പുറത്തു വരരുതെന്ന് യേശുവിന്റെ നാമത്തിൽ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സ്തോത്രം. അവിടെ ആ സ്ഥലത്ത്, ആ ഏരിയയിൽ മുഴുവനും പലയിടത്തും കല്ലറകളുണ്ട്. കേൾക്കുന്നുണ്ടോ? പക്ഷേ ഒരൊറ്റ കല്ലറകളുടെ മുമ്പിലും റോമൻ ഗവൺമെന്റ് മുദ്ര വെച്ചിട്ടില്ല, കാവലും വെച്ചിട്ടില്ല. ഓ, യേശുവിന്റെ നാമത്തിൽ. ഇവിടെ എന്താ കാവൽ വെക്കാനുള്ള കാരണം? ഇവിടെ എന്താ മുദ്ര വെക്കാനുള്ള കാരണം? അവിടെയുള്ള ജനം പറയും, അവിടെ ഇരുന്ന ഒരു കല്ലറകളിലും കാവലില്ലല്ലോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരാരും പുറത്തു വരത്തില്ല. പക്ഷെ ഇവൻ പുറത്തു വരുമെന്ന് അറിഞ്ഞിട്ടാ ഇത്രയും നീ ചോദിക്കും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും ഉപവസിച്ചിട്ടും, ഇത്രയും ആലയത്തിൽ വന്നിട്ടും, ഇത്രയും നേരെ നിന്നിട്ടും എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രതികൂലം? ആമേ, ഞാൻ പറയാൻ പോകുക, നീ ഉയർക്കും, അവർ ഉയർക്കത്തില്ല. നീ പുറത്തു വരും, അവർ പുറത്തു വരത്തില്ല. അതുകൊണ്ട് ഇത്രയും തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാൻ പോകുക. എത്ര ദിവസം പിടിച്ചു വെക്കും? എത്ര ദിവസം തടഞ്ഞു വെക്കോ? ആമേ, 1 അതോ 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ നീ പുറത്തു വരാൻ പോകുകയാണ്. തടസ്സത്തെ പൊളിച്ചുകൊണ്ട് നീ പുറത്തു വരാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയാം, എങ്ങനെ പുറത്തു വന്നു? ഉയർപ്പിന്റെ ശക്തി. ഉയർപ്പിന്റെ ശക്തി അവൻ യേശുവിന്റെ മേൽ വ്യാപരിച്ചപ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു. കുറെ നാളുകളായി ഇതാ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ ഇതാ കല്ലറയ്ക്കകത്ത. ആമേൻ. ലാസറിനെ സൗഖ്യമാക്കിയവൻ കല്ലറയ്ക്കകത്ത. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചവൻ കല്ലറയ്ക്കകത്ത. പുരുഷാരത്തിന്റെ മുമ്പിൽ തിളങ്ങി നിന്നവൻ ഇന്ന് കല്ലറയ്ക്കകത്ത. പക്ഷേ ചിരിച്ചോ, പരിഹസിച്ചോ, അട്ടഹസിച്ചോ, അവൻ പുറത്തു വരും. ഒരു ശത്രുവിനും അടക്കി വെക്കാൻ കഴിയാത്ത വിധത്തിൽ. അതെത്ര ഈ ലോകത്തിലെ നിയമത്തിന്റെ ശക്തികൾ തടഞ്ഞു വെച്ചാലും, എത്ര മാനുഷിക ശക്തികൾ തടഞ്ഞു വെച്ചാലും, യഹൂദ മതത്തിന്റെ ശക്തികൾ തടഞ്ഞു വെച്ചാലും, ആമേൻ, ഉയർപ്പിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നിടത്തോളം കാലം യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചിലത് പുറത്തു വരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചില തടസ്സങ്ങൾ മാറാൻ പോകുകയാണ്. സാത്താനിട്ട മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഗവൺമെന്റ് ഇട്ട ചില തടസ്സങ്ങൾ, മാനുഷികമായിട്ട് ചില തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് പ്രിയമുള്ളവരെ? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയാൽ, അത് സാത്താന്യ തടസ്സമാകട്ടെ,
ഗവൺമെന്റിന്റെ തടസ്സങ്ങളാകട്ടെ, മാനുഷിക തടസ്സങ്ങളാകട്ടെ, മതപരമായ തടസ്സങ്ങളാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് മാറി മറിയും യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പൗലോസിന്റെ ജീവിതത്തിൽ ഒന്ന് രണ്ട് വട്ടമല്ല തടസ്സങ്ങൾ നേരിട്ടത്, ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു ഇല്ലേ? ഒരിക്കൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയിട്ട് ഏലിമാസ് എന്ന് പറഞ്ഞ വിദ്വാൻ എന്ത് ചെയ്തു? അവന്റെ പ്രസംഗത്തെ എന്ത് ചെയ്തു? തടഞ്ഞു. കേൾക്കുന്ന വ്യക്തിയുടെ വിശ്വാസം തടഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അതിനെന്ത് ചെയ്തു? ഹേ സകല ധൂർത്തം നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, അടുത്തത് നേർവഴിയെ മറച്ചു കളയുന്നവനെ. ഓ ഹല്ലേലൂയ! ആത്മാവിന്റെ നിറവിൽ അതിനെ ശാസിച്ചു. തടസ്സങ്ങൾ വരും. ദൈവമക്കൾ എവിടെയും നേരിടുന്നത് ദൈവാത്മാവിലാണ്. സ്തോത്രം. കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിടുതലാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ നമ്മുടെ സഭയ്ക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ, അതിന് നമ്മളെല്ലാവരും ഒന്ന് ഉണർന്നേ മതിയാകത്തുള്ളൂ കേട്ടോ. ഇപ്പോഴും അതും ഇതും പറഞ്ഞിട്ടിരുന്നാൽ കാര്യം നടക്കത്തില്ല. ആമേൻ. അവർ നുള്ളി, അവർ ആമേൻ ഇന്ന ചെയ്തു എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. ചിലപ്പോൾ ചിലതൊക്കെ ചെയ്തത് തെറ്റായിരിക്കാം, പക്ഷെ അതും നോക്കി നോക്കി ഇരുന്നാൽ ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബത്തിൽ നടക്കത്തില്ലെന്നാ. അതും ഇതിനും വേണ്ടി ശ്രദ്ധ കൊടുക്കാതെ, 10 പേര് പറയുന്നത് കേട്ട് ശ്രദ്ധ കൊടുക്കാതെ, എന്തെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബമായ വിഷയങ്ങളില്ലേ? കുടുംബത്തിന് അത് വിഷയമില്ലേ? സമൂഹത്തിന് വിഷയമില്ലേ? സ്വോത്രം, 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 സ്വോത്രം. 4 പേര് കൂടുന്ന ഒരു കുടുംബത്തിന്റെ അകത്ത് പല വിഷയങ്ങളും വരുമെങ്കിൽ, സ്വോത്രം, സ്വോത്രം, 100 കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന സ്ഥലത്ത് പിന്നെ വിഷയങ്ങളില്ലാതിരിക്കുമോ? എല്ലാമൊക്കെ നേരെയാക്കിയിട്ട് പ്രാർത്ഥിക്കാനിരുന്ന കാര്യം നടക്കത്തില്ല. നമ്മൾ നമ്മളെ തന്നെ നേരെയാക്കിയാൽ മതി. നമ്മളെ തന്നെ നേരെയാക്കിയാൽ മതി. ആദ്യ നൂറ്റാണ്ടിലെ ഒരു അനുഭവം എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അത് കാണാൻ ആഗ്രഹിക്കുന്ന ചിലർ ഇതിൻ്റെ അകത്തുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം, അതിശയം, അതിശയം. യെസ്, നടക്കണം കർത്താവേ, നടക്കണം. എൻ്റെ വീട്ടിൽ നടക്കണം, എൻ്റെ കുടുംബത്തിൽ നടക്കണം. പ്രാർത്ഥിച്ചാൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. ഓ റബബ ശബലത. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ ക്ഷയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്നപ്പോൾ ആത്മാവേ അമിത ബലം തരണേ. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ ഒരു അനുഭവം ദൈവം ചെയ്യും, ദൈവം ചെയ്യും. ഇവിടെ ചില വ്യക്തികളൊക്കെ ഒരു ആത്മീയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചില വ്യക്തികളുടെ അകത്ത് ആത്മഭാരമുണ്ട്. ചിലരുടെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു, പക്ഷെ ഇനിയും അത് വർദ്ധിച്ചു വരണം. ദൈവസ്നേഹം വർദ്ധിച്ചു വരണം, ദൈവകൃപ വർദ്ധിച്ചു വരണം. നമ്മളെ മാത്രം നോക്കിയല്ല, ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ.
ഒരു പട്ടണത്തെ പിടിച്ചെടുക്കേണ്ട ദിവസങ്ങളായിരിക്കുകയാണ്. ചേർന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദാ പൗലോസിന്റെ ജീവിതത്തിൽ ഒരുപാട് സഭകൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തികളാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭകളാണ് സ്ഥാപിച്ചത്. മറ്റുള്ള അപ്പോസ്തലന്മാരെക്കാളും ഏറ്റവും കൂടുതൽ സഭകൾ, ഏതാണ്ട് ആമേൻ 30 ദ്വീപുകളിൽ, ആമേൻ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട് 30 ദ്വീപുകൾ സഭ സ്ഥാപിച്ചു. 29 പട്ടണങ്ങൾ സഭ സ്ഥാപിച്ചു. ഇതൊക്കെ അറിഞ്ഞ കാര്യമേ, അറിയാത്ത എത്രയോ മേഖലകൾ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പൗലോസ് പോയിടത്ത് എല്ലാ സഭകൾ സ്ഥാപിക്കുക. ഒരു അപ്പോസ്തലിക മിനിസ്ട്രി, ഒരു ദൈവ പ്രവൃത്തി തൻ്റെ മകനിലൂടെ വെളിപ്പെട്ടു. സ്തോത്രം. ഇനി കേൾക്കൂ. ഈ തെസ്സലോനിക്കയിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് പോകാൻ ആഗ്രഹിക്കുക. അപ്പോൾ സാത്താൻ എന്ത് ചെയ്തു? തടഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? ആ തടസ്സം മാറാൻ എന്താണ് ചെയ്തത്? എൻ്റെ മെസ്സേജിൻ്റെ അവസാന നിമിഷത്തിലേക്ക് വരികയാണ്. സ്തോത്രം. സാത്താൻ തടഞ്ഞു. പക്ഷേ പൗലോസ് എന്താണ്? 2 പ്രാവശ്യം എന്ത് ചെയ്തു? 2 പ്രാവശ്യം എന്ത് ചെയ്തു? വിചാരിച്ചു. സാത്താൻ തടുത്തു. ഇനി 3-ന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും, ഇനി നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ ഇപ്പോൾ കുറഞ്ഞ, കാരണം പീഡനം ഏൽക്കും തോറും, കഷ്ടത വരും തോറും യേശുവിനെ നിൽക്കണോ അതോ പഴയ മതത്തിലേക്ക് പോകട്ടോ, പഴയ ആചാരങ്ങളിലേക്ക് പോകട്ടോ എന്ന് നിൽക്കുന്ന വ്യക്തിജീവിതങ്ങളെ നോക്കി പൗലോസ് പറയുകയാണ്, ഇനി നിങ്ങളുടെ മുഖം കാണാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളുടെ മുഖം വന്ന് എന്ത് ചെയ്യണം? കാണണം. പിന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി രാവും രക്തത്താൽ ചെയ്യാം. തടസ്സം മാറാൻ എന്നാ ചെയ്തു? ഉദാസീനതയോടെ പ്രാർത്ഥിച്ചെന്നാണോ? മടുത്തു പ്രാർത്ഥിച്ചെന്നാണോ? ഒരു ഉഴപ്പിയ രീതിയിൽ പ്രാർത്ഥിച്ചെന്നാണോ? അവസാന നിമിഷം ഒരു ആഹ്വാനം തരികയാണ്. ഒത്തിരി ബന്ധങ്ങളുണ്ട് പൗലോസിന്. സ്തോത്രം. റോമൻ പൗരത്വമുള്ള വ്യക്തിയാണ് പൗലോസ്. ഏത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ തെസ്സലോനിക്കയിലേക്ക് വരാൻ, നിയമപരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. നല്ല പിടിപാടുള്ള വ്യക്തിയാണ്. പക്ഷെ പൗലോസിന് മനസ്സിലായി, ഈ സാത്താന്റെ തടസ്സം മാറണമെങ്കിൽ ആത്മാവിലൊന്ന് ജാഗരിച്ചേ പറ്റത്തുള്ളൂ. ഹലോ, നിങ്ങളുണ്ടോ എൻ്റെ ഇവിടെ? വേറെ ആരോടും എന്ത് ചെയ്തില്ല? ഇടപെടാൻ പോയില്ല. സാത്താന്റെ തടസ്സം മാറണമെങ്കിൽ അവിടെ കാശ് കൊടുത്താൽ സാത്താൻ പോകത്തില്ല. പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രാർത്ഥിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. പറഞ്ഞോ. അപ്പൊ സാത്താനോട് പൊരുതാൻ വേണ്ടി എന്ത് ചെയ്യണം? ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന പറ്റിയല്ല. അത് ഇങ്ങനെ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന രീതിയുണ്ട്. സ്വോത്രം സ്വോത്രം സ്വോത്രം. പായിലിരുന്ന് മുട്ടിന്മേലിരുന്ന് ഇങ്ങനെ ഈ കൈവച്ച് മുട്ടിൽ ഇടിച്ചിടിച്ചിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഓർമ്മയുണ്ടോ? അമ്മമാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, പിതാക്കന്മാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴല്ലേ കസേരകൾ കൂടിയേ. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പേടിക്കൊന്നും വേണ്ട. കസേര ഇരുന്നത് കൊണ്ട് ഇപ്പോൾ ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. എഴുന്നേറ്റ് നിന്ന് നടന്ന് പ്രാർത്ഥിക്കണം. ആത്മാവിൽ ജാഗരിച്ച് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആത്മാവിൽ ജാഗരിക്കും. ഇപ്പം മുട്ടിന്മേൽ നിൽക്കാനായിട്ട് പ്രായമായതുകൊണ്ട് മുട്ടിന് വേദന, കാലിന് വേദന, പ്രയാസങ്ങൾ, സന്ധിവേദനകളൊക്കെ കാണാം. പക്ഷേ സ്തോത്രം, മുട്ടിയിരിക്കാൻ പറ്റിയില്ലെങ്കിലും നിൽക്കാനെങ്കിലും പറ്റുമെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കണം. നടന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നടന്ന് ആത്മാവിൽ ജാഗരിക്കണം. ആ മുറിക്കകത്ത് ആ ഹോളിൽ നടുകയും കുറുകയും എന്ത് ചെയ്യണം? നടന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഓ യേശുവിൻ്റെ നാമത്തിൽ. ചില വീടുകളിലൊക്കെ യേശുവിൻ്റെ നാമത്തിൽ വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം. ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം. ഓ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുക കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ രാവും പകൽ എന്ത് ചെയ്തു? ഇടവിടാതെ താല്പര്യത്തോടുകൂടെ, വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ച് പോരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ഉറപ്പ് പൗലോസിന് കിട്ടി. അതിന്റെ 11-ാമത്തെ വാക്യം. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ
വഴി നിരത്തി തരുമാറാകട്ടെ. വഴി നിരത്തി തരുമാറാകട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ വഴി നിരത്തി തരും. തടസ്സങ്ങൾ മാറും. പൗലോസ് അവിടെ എത്തും, വിഷയങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കും. അതുപോലെ എത്ര